ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് ഇന്ന് രാജ്യം വിട നൽകും. സംസ്കാരം രാവിലെ 11:45 പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ന്യൂഡൽഹി നിഗം ബോധ് ഘട്ടിൽ. മൻമോഹൻ സിംഗിന് ആദരാഞ്ജലികൾ നേർന്ന് ലോക നേതാക്കൾ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ മുന്നേറ്റത്തിൽ മൻമോഹൻ സിംഗ് നിർണായക പങ്ക് വഹിച്ചതായി ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് സ്മാരകം നിർമ്മിക്കാൻ സ്ഥലം അനുവദിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. രാജ്യത്ത് 2023-24 കാലയളവിൽ പ്രതിമാസ പ്രതിശീർഷ ചെലവ് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വർദ്ധിച്ചതായി കേന്ദ്ര സർക്കാർ. കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പുതിയ സംരംഭമായ താജ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തുടക്കം കുറിക്കും. കിങ്സ് കപ്പ് ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ഓപ്പണിൽ ഇന്ത്യൻ താരം ലക്ഷ്യ സെൻ സെമി ഫൈനലിൽ കടന്നു. വാർത്തകൾ വിശദമായി. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് ഇന്ന് രാജ്യം വിട നൽകും. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നിഗം ബോധ് ഘട്ടിൽ രാവിലെ 11:45 സംസ്കാര ചടങ്ങുകൾ നടക്കും. വിശദാംശങ്ങളിലേക്ക്. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഭൌതിക ശരീരം ന്യൂഡൽഹിയിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് രാവിലെ 8 മണിക്ക് കോൺഗ്രസ് ആസ്ഥാനത്ത് പൊതുദർശനത്തിനായി എത്തിക്കും. നേതാക്കളും പ്രവർത്തകരും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കും. തുടർന്ന് രാവിലെ 9:30 ഭൌതിക ശരീരം വഹിച്ചുള്ള വിലാപയാത്ര ശ്മശാനത്തിലേക്ക് പുറപ്പെടും. 11:45 നിഗം ബോധ് ഘട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. സംസ്കാരത്തോടനുബന്ധിച്ച് ഇന്ന് എല്ലാ കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും പകുതി ദിവസത്തെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ വസതിയിലെ പൊതുദർശനത്തിൽ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ നിരവധി പ്രമുഖർ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. വ്യാഴാഴ്ച രാത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് വിടവാങ്ങിയത്. 92കാരനായിരുന്ന അദ്ദേഹം കഴിഞ്ഞ കുറച്ചു നാളുകളായി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകളുടെ തത്സമയ വിവരങ്ങൾ ആകാശവാണി ഡൽഹി പ്രക്ഷേപണം ചെയ്യും. FM റെയിൻബോ, ഇന്ദ്രപ്രസ്ഥം, ആകാശവാണി ലൈവ് ന്യൂസ് 24/7 ചാനലുകളിൽ രാവിലെ 11 മണി മുതലാണ് പ്രക്ഷേപണം. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് സ്മാരകം നിർമ്മിക്കാൻ സ്ഥലം അനുവദിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ അപേക്ഷ സർക്കാരിന് ലഭിച്ചതായി മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഇന്നലെ കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന് ശേഷം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഖർഗെയെയും ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കുടുംബത്തെയും ഈ വിവരം അറിയിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരും മറ്റ് മുതിർന്ന നേതാക്കളും ഡോക്ടർ മൻമോഹൻ സിംഗിന് ഇന്നലെ ന്യൂഡൽഹിയിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ അന്തിമോപചാരം അർപ്പിച്ചു. ലോക നേതാക്കളും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ നേർന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ മുന്നേറ്റത്തിൽ മൻമോഹൻ സിംഗ് നിർണായക പങ്കാണ് വഹിച്ചതെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അഭിപ്രായപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഐക്യരാഷ്ട്രസഭയുമായുള്ള ഇന്ത്യയുടെ ബന്ധം ഏറെ മുന്നേറിയതായും ഗുട്ടറസ് പറഞ്ഞു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, UK വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി, US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ തുടങ്ങിയ നേതാക്കളും അനുശോചനം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്തിന്റെ 117ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലും മൻ കി ബാത്ത് കേൾക്കാവുന്നതാണ്. രാജ്യത്ത് 2023-24 കാലയളവിൽ പ്രതിമാസ പ്രതിശീർഷ ചെലവ് ഗ്രാമപ്രദേശങ്ങളിൽ 9%, നഗരങ്ങളിൽ 8% വർദ്ധിച്ചെന്ന് റിപ്പോർട്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം പുറത്തിറക്കിയ ഗാർഹിക ഉപഭോഗ ചെലവ് സർവേയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. രാജ്യത്തുടനീളം 2.6 ലക്ഷം വീടുകളിലാണ് സർവേ നടത്തിയത്. ഗ്രാമീണ മേഖലയിലെ ഉപഭോഗം നഗരത്തേക്കാൾ വേഗത്തിൽ വളരുന്നതായി കണക്കുകൾ വിശദീകരിക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ജർമ്മൻ പാർലമെന്റ് പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ സ്റ്റെയിൻമയർ പിരിച്ചുവിട്ടു. ചാൻസലർ ഒലാഫ് ഷോൾസിന്റെ ത്രിതല സഖ്യത്തിന്റെ തകർച്ചയെ തുടർന്നാണ് പാർലമെന്റ് പിരിച്ചുവിടാൻ തീരുമാനിച്ചത്. ഫെബ്രുവരി 23 ജർമ്മനിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നും ബെർലിനിൽ നടത്തിയ പ്രസംഗത്തിൽ പ്രസിഡന്റ് പറഞ്ഞു. ദക്ഷിണ കൊറിയയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഹാൻ ഡെക് സൂയെ ഇംപീച്ച് ചെയ്ത പാർലമെന്റ് മുൻ പ്രസിഡന്റ് യൂങ് സോക് യോളിന് പകരക്കാരനായി ചുമതലയേറ്റ് 2 ആഴ്ച പൂർത്തിയാക്കും മുൻപാണ് ഹാനെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രമേയം ഐക്യകണ്ഠേന പാസാക്കിയത്. കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളം സിയാലിന്റെ പുതിയ സംരംഭമായ താജ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ഇന്ന് രാവിലെ 11 മുഖ്യമന്ത്രി
ശ്രീ പിണറായി വിജയൻ അനാവരണം ചെയ്യും. ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയാണ് ചടങ്ങ് നടക്കുന്നത്. വിവിധ മേഖലകളിൽ നിന്നുള്ള 100 പേരെ മാത്രമാണ് ക്ഷണിച്ചിട്ടുള്ളത്. വയനാട് ഉരുൾപൊട്ടലിൽ ബാധിക്കപ്പെട്ടവരുടെ പുനരധിവാസത്തിനായി സർക്കാർ കണ്ടെത്തിയ എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കുന്നതിനെതിരെ ഉടമകൾ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. എസ്റ്റേറ്റുകൾക്ക് നഷ്ടപരിഹാരം നൽകി ഭൂമി ഏറ്റെടുക്കാവുന്നതാണെന്ന് കോടതി പറഞ്ഞു. ചൂരൽമലയിലെ ദുരന്തബാധിതരുടെ മനസ്സറിഞ്ഞുള്ള വിധിയാണ് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നടപടികൾ ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന വിധിയാണിതെന്നും മന്ത്രി പറഞ്ഞു. ഗവൺമെന്റിന്റെ ഉത്തരവ് സ്ഥിരീകരിച്ചുകൊണ്ട് അതിനെതിരായിട്ടുള്ള പരാതി തള്ളിക്കൊണ്ട് ഇന്ന് കോടതി ഉത്തരവായിരിക്കുന്നു. ആദ്യം മുതലേ ഗവൺമെന്റ് പറഞ്ഞു അർഹമായ തുക അർഹതപ്പെട്ടവർക്ക് നൽകും. അതിലൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഇന്നത്തെ കോടതി വിധി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദുരന്ത നിവാരണ പ്രക്രിയയുമായി ബന്ധപ്പെട്ട ചൂരൽമലയിലെ ജനങ്ങളുടെ മനസ്സറിയുന്ന ഒരു കോടതി വിധിയാണ്. സർക്കാർ ഇക്കാര്യത്തിൽ എടുത്ത നിലപാടുകൾ ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന കോടതി വിധിയാണ്. കിങ്സ് കപ്പ് ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ഓപ്പണിൽ ഇന്ത്യൻ താരം ലക്ഷ്യ സെൻ സെമി ഫൈനലിൽ കടന്നു. ചൈനീസ് താരം ആംഗസ് എൻക ലോങ്ങിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ താരം സെമിയിൽ പ്രവേശിച്ചത്. സന്തോഷ് ട്രോഫി ഫുട്ബോളിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾ നാളെ നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് ബംഗാൾ സർവീസസിനെയും രാത്രി 7:30 കേരളം മണിപ്പൂരിനെയും നേരിടും. മെൽബണിൽ നടക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയുടെ 4ാം മത്സരത്തിൽ ഇന്ത്യയുടെ 1ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുനരാരംഭിച്ചു. 5 വിക്കറ്റിന് 164 റൺസ് എന്ന നിലയിൽ കളി ആരംഭിച്ച ഇന്ത്യ ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ 7 വിക്കറ്റിന് 244 റൺസ് എന്ന നിലയിലാണ്. ഓസ്ട്രേലിയയുടെ ആദ്യ ഇന്നിംഗ്സ് 474 അവസാനിച്ചിരുന്നു. 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ മത്സരം വീതം ജയിച്ചിട്ടുണ്ട്. ISLൽ ഇന്നലെ നടന്ന മുഹമ്മദൻ FC ഒഡീഷ FC പോരാട്ടം സമനിലയിൽ കലാശിച്ചു. കൊൽക്കത്തയിലെ കിഷോർ ഭാരതി സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. ഇന്ന് നടക്കുന്ന മത്സരങ്ങളിൽ ഹൈദരാബാദ് FC ഈസ്റ്റ് ബംഗാൾ FCയെയും ചെന്നൈയിൻ FC ബംഗളൂരു FCയെയും നേരിടും. തുടർച്ചയായി 2ാം വർഷവും 1 ദശലക്ഷത്തിലധികം കുടിയേറ്റേതര വിസകൾ നൽകി പുതിയ റെക്കോർഡ് സൃഷ്ടിച്ച് US എംബസിയും ഇന്ത്യയിലെ US കോൺസുലേറ്റും. കഴിഞ്ഞ 4 വർഷത്തിനിടെ ഇന്ത്യയിൽ നിന്നുള്ള സന്ദർശകരുടെ എണ്ണം 5 മടങ്ങ് വർദ്ധിച്ചതായും ഈ വർഷം നവംബർ വരെ 2 ദശലക്ഷത്തിലധികം ഇന്ത്യക്കാർ അമേരിക്കയിലേക്ക് യാത്ര ചെയ്തതായും US എംബസി അറിയിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് എയർ കേരള എയർലൈൻ സർവീസ് ആരംഭിക്കുന്നതിന്റെ ധാരണാപത്രം തിങ്കളാഴ്ച ഒപ്പുവയ്ക്കും. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് എയർപോർട്ടിൽ വെച്ചാണ് ചടങ്ങ്. കേരള സർക്കാരിനും സിയാലിനും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുമായി 26% ഓഹരിയുള്ള സ്ഥാപനമാണ് എയർ കേരള. കണ്ണൂരിന് പുറമെ കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ നിന്നായിരിക്കും സർവീസ്. 70ാമത് സംയോജിത മത്സര പരീക്ഷയുടെ പ്രാഥമിക ഘട്ടം റദ്ദാക്കില്ലെന്ന് ബീഹാർ പബ്ലിക് സർവീസ് കമ്മീഷൻ അറിയിച്ചു. 2025 ജനുവരി 4 പുനഃപരീക്ഷ നടക്കുമെന്ന് കമ്മീഷന്റെ പരീക്ഷാ കൺട്രോളർ രാജേഷ് കുമാർ സിംഗ് സ്ഥിരീകരിച്ചു. ഉദ്യോഗാർത്ഥികൾക്ക് 2025 ജനുവരി 2 മുതൽ അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാം. വായു ഗുണനിലവാരം മെച്ചപ്പെട്ടതിനെ തുടർന്ന് ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും ഏർപ്പെടുത്തിയിരുന്ന മലിനീകരണ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി. ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ GRAP 3 പ്രകാരമുള്ള മലിനീകരണ നിയന്ത്രണങ്ങളാണ് പിൻവലിച്ചത്. വരും ദിവസങ്ങളിൽ ഡൽഹിയിലെ വായു ഗുണനിലവാര തോത് 200-നും 300-നും ഇടയിൽ തുടരുമെന്ന് എയർ ക്വാളിറ്റി മാനേജ്മെന്റ് കമ്മീഷൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് ഇന്ന് രാജ്യം വിട നൽകും. സംസ്കാരം രാവിലെ 11:45 പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ന്യൂഡൽഹി നിഗംബോധ് ഘട്ടിൽ. മൻമോഹൻ സിംഗിന് ആദരാഞ്ജലികൾ നേർന്ന് ലോക നേതാക്കൾ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ മുന്നേറ്റത്തിൽ മൻമോഹൻ സിംഗ് നിർണായക പങ്ക് വഹിച്ചതായി ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് സ്മാരകം നിർമ്മിക്കാൻ സ്ഥലം അനുവദിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. രാജ്യത്ത് 2023-24 കാലയളവിൽ പ്രതിമാസ പ്രതിശീർഷ ചെലവ് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വർദ്ധിച്ചതായി കേന്ദ്ര സർക്കാർ. കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പുതിയ സംരംഭമായ താജ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തുടക്കം കുറിക്കും. കിങ്സ് കപ്പ് ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ഓപ്പണിൽ ഇന്ത്യൻ താരം ലക്ഷ്യ സെൻ സെമി ഫൈനലിൽ കടന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.